അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഏകദേശം ഒരു 2 മണി 2:15 പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങി. ഒരു 5 മണി 5:30 ആയപ്പോൾ എണീറ്റു. പിന്നെ കുറച്ച് നേരം ഫോണിൽ നോക്കി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു. അപ്പം കുറച്ച് നാളായിട്ട് ഓർക്കുന്നു എന്തെങ്കിലും ഒരു എക്സസൈസ് എങ്കിലും ചെയ്യാൻ തുടങ്ങണം. ബേസിക്കലി ദേഹം ഒന്നും അനങ്ങാതെ ചുമ്മാ അങ്ങ് ഇരിക്കുകയാണ്. ഇപ്പം എക്സാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ അങ്ങനെ ഇരുന്ന് എന്തോ പോലെയൊക്കെയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പമൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് ഫ്രഷായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കൂടെ ഫോണിൽ നോക്കി എന്നിട്ട് കയറി കിടന്നു. പിന്നെ പിറ്റേ ദിവസം ഒരു രാവിലെ ഏകദേശം ഒരു 8:30 8:45 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു. എമ്പുരാൻ അന്ന് രാവിലെ തന്നെ കാണാൻ പോകാമെന്ന് ഓർത്തത്. വൈകിട്ടാണ് ആക്ച്വലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സീറ്റ് രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം രാവിലെ തന്നെ പോയി ബുക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 10 ഔട്ട് ഓഫ് 10. അപ്പോൾ എന്തായാലും എനിക്ക് മൂവിയിലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ആ ഒരു മൂവിയുടെ എഫക്റ്റിലായിരുന്നു ഞാൻ. എന്തായാലും ഇത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 2-3 വർഷം മുമ്പ് ഈ ലൂസിഫർ ഇറങ്ങിയ ടൈമിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടും കാണാൻ പോകണമെന്ന്. എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പിറ്റേ ദിവസം ഇങ്ങനെ കാണാൻ പോയപ്പോഴത്തേക്ക് കുറേ ദിവസത്തെ സ്ട്രെസ്സും ആ ഒരു മാസത്തെ ഇതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി. കുറേ നിങ്ങൾ ഈ വെക്കേഷന് നിങ്ങളുടെ ഫേവറേറ്റ് ഹോബീസൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ +2 വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. +1 മാരക ദുരന്തമായിരിക്കും +2. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ലപോലെ കിടന്നുറങ്ങുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ. പിന്നെ ഏകദേശം ഒരു 2 മണി 2:30 ആയപ്പോഴത്തേക്ക് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടൗണിലുള്ള ഒരു കടയിൽ വന്നിട്ട് മീൽസൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറലി നേരത്തെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെയാണ് ഒരു ഈവനിങ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, TV കുറേ നേരം കാണുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം ഓരോ ദിവസം എന്തെങ്കിലും ഒരു ജ്യൂസൊക്കെ കുടിക്കാം. ജ്യൂസൊക്കെ കുടിക്കുമ്പം ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റാണ്. പിന്നെ എന്താ ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. രാവിലെ എണീക്കുക, കഴിക്കുക, TV കാണുക, കുറച്ച് നേരം ഫോണിൽ തോണ്ടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കുക, കിടക്കുക. ഇത് തന്നെ മെയിൻ. പിന്നെ 1 മണിയൊക്കെ ആയി ലഞ്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഒരു 2 റീൽസ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അതിന് വേണ്ടി പോയി. കുറച്ച് നേരം അല്ല, ഒരു 5-6 മണിക്കൂർ അതിന് വേണ്ടി തന്നെ പോയി. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം തീർന്നപ്പോൾ വൈകിട്ട് 6 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ റീൽസ് 1-2 എണ്ണമാണ് എടുക്കേണ്ടതെങ്കിലും ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് വെളിയിൽ വന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം +1 അതായത് സൈലം എജുപോർട്ട് അങ്ങനെ വലിയ ബാച്ചിലുണ്ടായിരുന്നവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്ന് പറയുമോ? കാരണം എന്തായാലും എനിക്ക് +2 ഒരു ബാച്ചിൽ ചേർന്നാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ എന്തായാലും എക്സാമിനർ ഞാൻ ഈ പ്രാവശ്യം ചൂസ് ചെയ്യുന്നില്ല. എനിക്ക് വർത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു 6,000-7,000 രൂപയുടെ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇതെൻ്റെ മാത്രം റിവ്യൂ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിലും കുറേ പേര് അത് തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹോൺസ്റ്റ് റിവ്യൂസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് മാത്രമല്ല, കുറേ പേര് ഇപ്പം ബാച്ചിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റ്സും ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. സോ കമൻറ്റ് ചെയ്യുക ബാച്ചിൻ്റെ റിവ്യൂസിൻ്റെ കാര്യം. നിങ്ങൾ ഏതെങ്കിലും ഡിഫറെൻറ്റ് ബാച്ചസിൽ എക്സാമിനർ അല്ലാതെ ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെക്കേഷൻ ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാം ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ Day 3 ക്ലിപ്സ് ആണെന്ന് തോന്നുന്നു ആക്ച്വലി മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. അതിൽ പ്രത്യേകിച്ച് വീട്ടിലിരുന്നു ഇതേ സെയിം സംഭവങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. വേറെ ഒന്നും സെപ്പറേറ്റ്ലി കാണിക്കാനായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് കിടന്നപ്പോൾ ഏകദേശം ഒരു 10-11 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം കമ്പി ഊരാൻ പോവുകയാണ്. ഏകദേശം രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ പല്ലേ കമ്പി ഊരിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം കമ്പി ഊരിക്കഴിഞ്ഞ് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു. കാരണം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പല്ലൊന്ന് ശരിക്കും കാണുന്നത്. ഞാൻ പല കമ്പിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പല്ല് ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 10th കയറുന്ന ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 2 വർഷമായി. 1.5 വർഷം ആവുന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഏകദേശം 2 വർഷം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.